ദിസ് ഈസ് ബെൽസൺ ഹിയർ. അപ്പോൾ ഇന്ന് നമ്മൾ ഞാനിന്നൊരു അനൗൺസ്മെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫിനാൻസ് വിത്ത് ബെൽസൺ എന്ന് പറയുന്ന ചാനലിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്ത് പിടിക്കുവാണ്. വേറൊന്നും കൊണ്ടല്ല, ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡർ ആസ്പെക്ട്സ് ആയി പോകും. ഒരുപാട് കാര്യങ്ങളിൽ പേഴ്സണൽ ഫിനാൻസും ബാങ്കിങ്ങും എല്ലാം വരുന്നൊരു മേഖലയാണ് ഇൻഷുറൻസും. അപ്പം ഫിനാൻസ് ഒരു ബ്രോഡ് ആസ്പെക്ട്സിൽ നോക്കുവാണെങ്കിൽ നമ്മുടേത് ഒരല്പം കൂടി ഡിഫൈൻഡ് ആയിട്ടുള്ള കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു രീതിയിലാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് കൂടുതൽ നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് ആയിരിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇങ്ങനെ പേര് മാറ്റുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അറ്റ് സ്റ്റോക്സ് ബെൽ എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിലെല്ലാവരും സഹകരിക്കണം. ഇനി അങ്ങോട്ട് കുറേ അധികം വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. എല്ലാം സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിരിക്കും. അതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകും, ട്രേഡിംഗ് ഉണ്ടാകും, കമ്പനി കോർപ്പറേറ്റിൽ IPO റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ടാകും. അപ്പോൾ അത് രണ്ട് ആസ്പെക്ട്സിലാണ്. ഒന്ന് റീറ്റെയിൽ, മറ്റൊരു കോർപ്പറേറ്റ്. റീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും അടങ്ങുന്ന കമ്മ്യൂണിറ്റി. മറ്റൊന്ന് കോർപ്പറേറ്റാണ്. കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ കമ്പനീസാണ്. കമ്പനിയുടെ ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ്, കമ്പനി സെക്രട്ടറീസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇവരൊക്കെ ആയിട്ടുള്ള മർച്ചൻറ്റ് ബാങ്കേഴ്സ്, R&D ഏജൻറ്റ്, RTA എന്ന് പറയുന്ന ഡെപ്പോസിറ്ററീസ്, എക്സ്ചേഞ്ച്, സെബി ഒഫീഷ്യൽസ്, അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻസും അവരുടെ ബിസിനസ് ഓണേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഷെയറിങ്ങും ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാവരും ഫോളോ ചെയ്ത് നമ്മൾ ഈ ചാനൽ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.